നമുക്ക് ഇതുപോലുള്ള ഒരു ബോക്സ് ഉണ്ടാക്കാം. അതിനെ ഒരു A4 ഷീറ്റ് അല്ലെങ്കിൽ ദീർഘചതുരത്തിലുള്ള ചാർട്ട് പേപ്പറൊക്കെ എടുക്കാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിങ്ങനെ നേരെ നടുവിൽ മടക്കുക. നേരെ നടുവിൽ മടക്കി തിരിച്ചിങ്ങോട്ടും മടക്കുക. ഈ മടക്കണത് നമുക്ക് ഇതിൻ്റെ നടു കിട്ടാൻ വേണ്ടിയിട്ടാണ്. മടക്കി കഴിഞ്ഞാൽ ഈ ഭാഗം ഇതൊരു ചതുരാണല്ലോ, അതിനെ നമ്മളിങ്ങനെ ഒരു ത്രികോണം വെറുതെ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ നോക്കിയാൽ മതി. ഇപ്പം മുകളിലൊരു ത്രികോണം നമുക്ക് കിട്ടും, ഇവിടെ ഒരു ചതുരവും കിട്ടും. അതുപോലെ തന്നെ ഈ ഭാഗവും ആക്കുക. തിരിച്ച് വയ്ക്കുക. നമ്മുടെ കൈ കൊണ്ട് നല്ലവണ്ണം അമർത്തും. അപ്പോൾ ഇവിടെ ഇങ്ങനെ കിട്ടും. ഇത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഈ ഭാഗം നമ്മൾ ഇങ്ങോട്ട് അതുപോലെ തിരിച്ച് വയ്ക്കുകയും ഇവിടെയും നമ്മൾ ഈ ഭാഗം ഇവിടേക്ക് വയ്ക്കും. ഇനി ഈ ഭാഗം നേരെ നടുവിലേക്ക് ഇതുപോലെ മടക്കുക. അങ്ങനെ 4 സൈഡും നമ്മൾ മടക്കും. ഇവിടെ 2 സൈഡ്, ഇവിടുത്തെ 2 സൈഡും അതുപോലെ മടക്കും. മടക്കി കഴിഞ്ഞാൽ ഇനി ഇവിടെ ഒരു ഇങ്ങനെ മടക്കി നമ്മളൊരു ത്രികോണം, ഇവിടെ ഒരു ത്രികോണം, അതുപോലെ ഇവിടെയും മടക്കുക, ഇവിടെയും ഒരു ത്രികോണം. അങ്ങനെ 4 സൈഡും മടക്കുക. ഇനി ഈ ഭാഗം, ഇത്രയും ഭാഗം നമ്മൾ മുകളിലേക്ക് മടക്കുന്നു. മുകളിലേക്ക് മടക്കിയിട്ട് ഈ ത്രികോണം, ഈ 2 ത്രികോണം ഇവിടെ പോക്കറ്റുകളുണ്ട്, ആ പോക്കറ്റിലേക്ക് കൊടുക്കുക. ഈ ത്രികോണം ഇതിൻ്റെ ഉള്ളിലേക്ക് വയ്ക്കും. അങ്ങനെ 4 സൈഡിൽ വയ്ക്കും. വെച്ചു. അതുപോലെ ഇവിടെയും വയ്ക്കുക. ഇവിടെ നമ്മളാണ് ആ മടക്കമൊക്കെ മടക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെയും വയ്ക്കും. ഇത് തിരിച്ച് ഇവിടെ ഇങ്ങോട്ട് വയ്ക്കുന്നു. ത്രികോണം ഇതിൻ്റെ ഉള്ളിലേക്ക് പോക്കറ്റിൻ്റെ ഉള്ളിലേക്ക് വയ്ക്കുക. അങ്ങനെ നമ്മൾ 4 ഭാഗവും വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞില്ല. ഇനി ഇതങ്ങോട്ട് നിവർത്തുക. തന്നെ നമുക്ക് ഷേപ്പ് കിട്ടും. അഥവാ ഷേപ്പ് കിട്ടിയില്ലെങ്കിൽ ഇവിടെ ഒന്ന് പിടിക്കുക. വളരെ വേഗത്തിൽ നമുക്ക് ഉണ്ടാക്കാം. ഇനി ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് നമുക്കൊരു ഇതിൻ്റെ ഉള്ളിൽ കുറേ എണ്ണം നമുക്കിങ്ങനെ ഇട്ട് വയ്ക്കുകയും ചെയ്യും. ആവശ്യത്തിന് നമുക്ക് എടുക്കാം. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കും.